ഞങ്ങളുടെ സ്കിൻ ടൈപ്പുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവഗണിക്കപ്പെടേണ്ട നിറമല്ല എന്നും മനോഹരമായിട്ടുള്ള സൗന്ദര്യം അതിനുണ്ട് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇട്ട പേരാണ്. എറണാകുളത്തിന്റെ തരംഗവും തുടിപ്പുമാണ്. ഒരു 12th പഠിക്കുമ്പോഴത്തേക്ക് മോഡലിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കറുത്തതാണ്. ആ സമയത്തൊക്കെ വെളുപ്പിനായിരുന്നു ശരിക്കും പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കാഴ്ചയില് ഞാൻ മനസ്സിലായി പറയൂലേ, അതേപോലെ ലവ് അല്ല, ഒരു സ്പാർക്ക് കിട്ടി ഞങ്ങക്ക്. ഫിൽറ്റർ എന്തിനാ യൂസ് ചെയ്യണേ? ഇപ്പൊ ഞാൻ ഫിൽറ്റർ ഒക്കെ ഇടാറുണ്ട്. ആ സാധനം അത് ഇടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണാണല്ലോ. അത് പിന്നെ അത് പുഴുങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ. അത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇവള് ബിഗ് ബോസിൽ പോയി നിങ്ങളും തെറി ഞങ്ങൾക്കല്ലേ കേട്ടത്. ഞാനൊക്കെ 4-5 കിലോ കുറഞ്ഞു. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് അവൾ അങ്ങനത്തെ ആളെയല്ല, അവളുടെ വീടാണ് ഈ പുറകെ കാണുന്നത്, അവൾ കോളനി അല്ല. ഇവളുടെ കൂടെ നിൽക്കണ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ മഞ്ജു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ വന്ന തെറി എന്റെ പൊന്നോ. ഞങ്ങള് പഠിച്ച പണി 18 നോക്കി 20,000 മാക്സിമം വ്യൂവേഴ്സ്. ഒരു ഉണ്ടേ അതിന് വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ ചുമ്മാ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചേച്ചിമാരൊക്കെ ഇല്ലേ 2 ലക്ഷം 3 ലക്ഷം വ്യൂ ഒക്കെ കൊണ്ടുപോവാൻ. റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള മറുപടി അവള് കൊടുത്തില്ല. അതിപ്പോ ഞാൻ അത് ആരോടാണെന്നുണ്ടെങ്കിലും അതെ കേട്ടോ. സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുകളിൽ വെച്ച ഒരു പട്ടമൊന്നുമല്ല. അത് ഒരു 3rd പേഴ്സൺ എന്നെ വിളിക്കുന്നതാണ്. ഞാനിപ്പോൾ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എനിക്കറിയാവുന്ന തരത്തിലുള്ള അഭിനയം ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്. എനിക്കതിന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം. ബ്രേക്ക് ത്രൂവിൻ്റെ സെലിബ്രിറ്റി ടൈമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ നമ്മൾ ഫുഡൊക്കെയാണ്, പക്ഷേ ഇന്ന് നമുക്ക് 2 സെലിബ്രിറ്റീസിനാണ് കിട്ടിയിരിക്കുന്നത്. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ടീം ബ്ലാക്കീസിൽ നിന്നും മഞ്ജു സുനിച്ചനും സിമി സാബുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് ബ്ലാക്കീസ്. എന്താണ് ഈ ബ്ലാക്കീസ്? ബ്ലാക്കീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. എന്താണ് കണ്ടു പേരിടാൻ കാര്യം? നല്ല പേരല്ലേ? നല്ല പേര് നല്ലതാ. ഞങ്ങളുടെ വെറൈറ്റി പേര്. നമ്മൾ ചില പേരുകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ പല, പക്ഷേ ഇത് ബ്ലാക്കീസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ചാനലിൽ നിന്ന് വരും. അതുകൊണ്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനും ഇവളും കുറച്ച് ഡസ്കി ആയിട്ടുള്ള ആളുകളാണ്, സ്കിൻ ടോണുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ ചെറുതിലെ മുതൽ ഇതേപോലെ അയ്യോ അയ്യോ എന്നുള്ള വിളി. അപ്പോൾ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും ഒക്കെ. പിന്നെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമല്ലോ. ഇപ്പോൾ ഞാൻ ഭയങ്കര ഫെയർ ആയിട്ടിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഒരു ഇരുണ്ട നിറത്തിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സ്വയമുള്ള സൗന്ദര്യബോധം തിരിച്ചറിഞ്ഞു. ആദ്യം ഭയങ്കര വിഷമമായിരുന്നല്ലോ. ആദ്യത്തെ ടൈമിലൊക്കെ ചെറുതിലേക്ക് ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആകുമ്പോൾ നമ്മളെന്തോ കുറഞ്ഞാൽ ഇത് പല പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. എനിക്കത് കൂടുതൽ പറയാൻ താല്പര്യമില്ല. പറഞ്ഞു വന്ന ബ്ലാക്കീസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞു വരാൻ കാര്യം, അപ്പോൾ ഉറ്റ സുഹൃത്തുക്കളായ 2 സ്ത്രീകൾ, 40-ന് മുകളിലുള്ള 2 സ്ത്രീകൾ, ഇരുനിറമുള്ള 2 സ്ത്രീകൾ, ഞങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കിൻ ടൈപ്പുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ നിറത്തിനോടുള്ളൊരു കൂടുതൽ കൊണ്ടും അത് അവഗണിക്കപ്പെടേണ്ട നിറമല്ല എന്നും അതിന് മനോഹരമായിട്ടുള്ള സൗന്ദര്യം അതിനുണ്ട് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇട്ട പേരാണ്. പലരും ഇത് പറഞ്ഞു, ഇത് നിങ്ങൾ സഹതാപത്തിന് വേണ്ടി ഇട്ടതല്ലേ. ഞങ്ങൾക്ക് ആരുടെ സഹതാപം വേണ്ട. ഞങ്ങൾ സഹതാപത്തിന് അർഹരല്ല. അതെ. ഡസ്കി ആയിട്ടുള്ള ആൾക്കാർ പലരും സ്കിൻ ടോൺ എൻഹാൻസ് ചെയ്യുമ്പോൾ ഭയങ്കരമായ ടെക്നോളജീസും കാര്യങ്ങളും. അപ്പൊ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താ? ഇപ്പൊ പലരും ഗ്ലൂട്ടാത്തൈൻ പോലുള്ള സാധനങ്ങൾ എടുത്തോട്ടെ. കാര്യം പറയട്ടെ, ഇപ്പോ നിങ്ങൾ നോക്കി പറയുക നിങ്ങൾ കൊള്ളൂല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോംപ്ലക്സ് ഉണ്ട്, ഒരു അപകർഷതാബോധം മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. പിന്നെ മൃഗങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളുണ്ടാവും, നമ്മളത് പോളിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നോക്കും. ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ചെയ്യുന്നവർ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫിൽറ്റർ എന്തിനാ യൂസ് ചെയ്യണേ? ഇപ്പം ഞാൻ ഫിൽറ്ററൊക്കെ ഇടാറുണ്ട്. ആ സാധനം അത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണാണല്ലോ. അത് പിന്നെ അത് പുഴുങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ. അത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ അതിനെതിരെ എന്ത് ചെയ്താലും അത് നിങ്ങൾ എനിക്ക് തന്നതാണ്. ആ മോശം എന്നുള്ള ചിന്താഗതി, ആ മോശം ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെന്ന് റെപ്രസെൻ്റ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ എനിക്ക് തന്നതാണ്. അത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോക്കും.
ഇപ്പം ഞാൻ പറയുന്നത് ഞാനത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറ്റുള്ളവരത് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അവർ അവരുടെ ചെറുതിലെ ഏറ്റ ഒരുപാട് വിഷമങ്ങളാണ് അവരതങ്ങനെ തീർക്കുന്നത്. അതിനെന്താ തെറ്റ്? ബ്ലാക്കീസ് എന്ന് പറയുമ്പം നിങ്ങൾ രണ്ടുപേരാണ് ടീമായിട്ട് വരുന്നത്. ചായ പറഞ്ഞു, ചായ വന്നല്ലോ. താങ്ക് യു. അഞ്ജു ചേച്ചിയെ പറ്റി പറയാൻ ഇപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ സിമി സാബ് ആരാണ്? മോഡലാണോ, വ്ളോഗറാണോ, ബിസിനസ് വുമൺ ആണോ, അതോ ഇൻഡിപെൻഡൻറ്റ് എന്താണ് എൻ്റർപ്രൈസിങ് വുമൺ ആണോ, അതോ എന്താണ് ട്രാവലറാണോ? എന്താണ്? എല്ലാത്തിലും കുറച്ച് വേണ്ട, നീ പറയണ്ട, ഞാൻ പറയട്ടെ. പറ. എറണാകുളത്തിന്റെ തരംഗവും തുടിപ്പുമാണ്. ഒന്നുമില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ ചെറുതിലെ കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മറ്റേ ഒരു കോംപ്ലക്സ് കൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു 12th പഠിക്കുമ്പോഴത്തേക്ക് മോഡലിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കറുത്തതാണ്, എന്നെ ആരും നോക്കണില്ല. എന്നെ ആ സമയത്തൊക്കെ വെളുപ്പിനായിരുന്നു ശരിക്കും പ്രാധാന്യം കൊടുത്തേക്കണത്. അപ്പം എന്നാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒരു പാജന്റിൽ ഞാൻ ചെയ്തു. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതെന്താ ഇവർ ഈ കറുപ്പിനെയും വെളുപ്പിനെ കുറിച്ച് മാത്രം, ഇത് കറുപ്പിനെയും വെളുപ്പിനെയും കുറിച്ച് മാത്രം പറയുന്ന പരിപാടിയല്ല. അതല്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഫാമിലിപരമായ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പോൾ കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് ബ്ലഡിൽ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് വരും. ലാഭം കൂടുതൽ വരുമ്പോൾ യാത്ര ചെയ്യും. അങ്ങനെയൊന്നുമില്ല, യാത്ര ചെയ്യണത് കൂടുതലും മഞ്ജുവിനെ കൂടിയാണ്. പറഞ്ഞ ഫാമിലീസിനെ കൂടി ചെയ്യാറുണ്ടെങ്കിലും കൂടെയും. നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ സൗഹൃദമുണ്ട്? ഞങ്ങൾ തമ്മിൽ 13 വർഷം. 2012 തുടങ്ങിയതാ. 13 വർഷത്തെ. നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളിൽ കുറെ കാര്യങ്ങൾ ഫ്യൂസ് ആവുന്നത്? ഫസ്റ്റ് കാഴ്ചയിൽ മനസ്സിലായി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയൂലേ, അതേപോലെ ലവ് അല്ല, ഒരു സ്പാർക്ക് കിട്ടി ഞങ്ങൾക്ക്. അതായത് ഞാൻ ഓഡീഷൻ്റെ സമയത്ത്, വെറുതെ ഭാര്യയിലെ ഓഡീഷൻ്റെ സമയത്ത് ഗ്രൂമിങ് ഉണ്ടാവുമല്ലോ. ഗ്രൂമിങ്ങിൻ്റെ സമയത്ത് ആരോ എന്തോ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു എരിവുംപുളിയുള്ള കോമഡി പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു. സത്യത്തിൽ ആരും അല്ലടി, ഞാനും സുനിച്ചിനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ചിരിച്ചപ്പോഴത്തേനെ അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് ഇരുന്ന ആളിങ്ങനെ നോക്കി, എന്താ പറയടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചെവിയിൽ പറഞ്ഞപ്പോ ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ തുടങ്ങിയുള്ള കൂട്ടം മനസ്സിലായി. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞങ്ങളുടെ ഫാമിലി തമ്മിൽ അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. ഞങ്ങൾ എന്തോ ടൂറ് പോണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയേക്കണത്. ഈ ടൂറ് പോകുമ്പോൾ ഉള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പല ഐഡിയാസും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. കോൺഫ്ലിക്ട്സ് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നോന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പൊ ഇവൾക്ക് അവിടെ പോണതാണ് ഇഷ്ടം, എനിക്കത് ഇഷ്ടമില്ല അപ്പോഴേ പറഞ്ഞതാ ഈ സ്ഥലം വേണ്ട. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് കൊള്ളൂലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള ഒരു സന്തോഷം അവിടെ കണ്ടത്. ഇന്നിപ്പോ നിങ്ങൾ പറയാണ് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ, താഴെ നിങ്ങൾ പായ വിരിച്ചിരിക്കണ്ടേ, ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങളുടെ യാത്രകൾ ഈ പറഞ്ഞ ഹൈഫൈ പോലത്തെ യാത്രകളൊന്നും അല്ല. ഭയങ്കര ലോക്കലായിട്ട് ഞങ്ങള് ലോക്കൽ ട്രെയിൻ, ലോക്കൽ ബസ്, അങ്ങനെ ഭയങ്കര ലോക്കലായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, അവളും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിലാണ്. പക്ഷെ അങ്ങനെ തൂളിക്കളയുന്ന ഒരു സ്വഭാവം ഉള്ളതല്ല. അപ്പം നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ചിലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പം നമ്മൾ മാക്സിമം മിനിമലൈസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് പ്ലഷർ, നമ്മളുടെ സന്തോഷം നമ്മളല്ലേ കൊണ്ടുവരിക. ഇപ്പം ബിഗ് ബോസിൽ പോയി ചേച്ചി, പക്ഷെ സിനിമ കൊണ്ടുപോയില്ല. അതെന്താ? എന്നെ വിളിച്ചില്ല. എന്തിനാ ഇവള് ബിഗ് ബോസിൽ പോയത്? നിങ്ങളും തെറി ഞങ്ങൾക്കല്ലേ കേട്ടത്. ഇവൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ നിന്ന് ചെയ്യണല്ലേ, ഇവൾക്ക് ഒന്നും അറിയില്ലല്ലോ. പുറത്ത് കിടന്ന് ഞങ്ങള് കുറച്ച് ആൾക്കാർ കിടന്ന് അനുഭവിച്ച അനുഭവങ്ങളില്ലേ. ഞാനൊക്കെ 4-5 കിലോ കുറഞ്ഞ്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് അവൾ അങ്ങനത്തെ ആളെയല്ല, അവളുടെ വീടാണ് ഈ പുറകെ കാണുന്നത്, അവൾ കോളനിയല്ല. പാവം, നിങ്ങൾ എന്തിനാണ് ഈ പാവം പിടിച്ച അമ്മച്ചിനെ? അതായത് ആര് ഇവളുടെ കൂടെയുള്ള പോസ്റ്റർ, സാബു ചേട്ടന്റെ ഹസ്ബൻഡ് ഇവളുടെ ബർത്ത്ഡേക്കോ എന്തിനോ ഇവളുടെ കൂടെ, ഇവൾ ബിഗ് ബോസിന്റെ സമയത്ത് ഇവളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ മഞ്ജു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ വന്ന തെറി, എന്റെ പൊന്നോ, അത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റൂല. അറിയാതെ
എൻ്റെ ഞങ്ങൾ ഭയങ്കര കൂട്ടാ. മനു എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റഡ് സീരിയലിലൊക്കെ ഉള്ളതാണ്. അവൻ ഒരു കഥ അറിയില്ല. അങ്ങനെ സീരിയലാണെങ്കിലും അവനൊന്നും കാണാറൊന്നുമില്ലേ. പണ്ട് എപ്പോഴോ അലയൻസിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവൻ എൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ എടുത്തായിരുന്നേ. ഈ തെറിവിളി എന്തോ നടക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ മഞ്ജുവിനെ തെറി വിളിക്കുകയാണ്. ഇവൻ വേഗം തന്നെ ഫേസ്ബുക്കിൽ അതെപ്പോഴും നോക്കിയാലും കാണാം. എന്തിനാണ് പാവം എൻ്റെ കൂട്ടുകാരിയെ നിങ്ങളെല്ലാവരും വഴക്കുണ്ടാക്കുക പറഞ്ഞിട്ട് അവൾ എൻ്റെ എല്ലാമാണ്, എൻ്റെ ചങ്കാണ്, ചങ്കടിപ്പാണെന്ന് പറഞ്ഞ് ഈ ഫോട്ടോ ഇങ്ങനെ അവനിട്ടതേ ഓർമ്മയുള്ളൂ. അവൻ പിന്നെ കുറെ നാളത്തേക്ക് കേറില്ല. ഞാൻ ഇറങ്ങിയപ്പോ വിളിച്ചേ ഇടീ പട്ടി എന്തോരം ചീത്ത. അതാണ് മഞ്ജു അറിയണില്ല ഇതൊന്നും. മഞ്ജു ഇറങ്ങിയപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കണക്ഷൻ ആകത്തില്ല. അപ്പം ഈ ബിഗ് ബോസ് ഇറങ്ങിയല്ലോ, ബിഗ് ബോസ് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ ഈ മണിക്കൂർ വരെ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടായത് ലൈഫിലുണ്ടായ ഡിഫറൻസ്? ഞാൻ ഭയങ്കര ബോൾഡായിടൂ. അത്യാവശ്യം സീരിയസ്ലി ബിഗ് ബോസ് അല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ പോയിക്കോട്ടോ. മറ്റേ മല ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ ആകാശം ഇവിടുന്ന് താന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സമയം കിട്ടുമായിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഞാനെത്തി. ഞാൻ ഭയങ്കര ബോൾഡായി. അതിന്റെ ഭാഗമാണ് ഈ ഇടയ്ക്ക് ധർമ്മൻ ചേട്ടനും ബിൽ ചേട്ടനായിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരു സംഭവം ഉണ്ടായില്ലേ? അല്ല, അത് പണ്ടും എന്തെങ്കിലും ഇവൾക്ക് അങ്ങനെ ഒരു കാര്യം കേട്ടിരുന്ന് ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുന്ന കാര്യമാണ് അവർ പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഒരു മടി വരും. ഇവൾ പണ്ട് തുടങ്ങി അങ്ങനെയാണ്. റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള മറുപടി അവൾ കൊടുത്തിരിക്കും. അത് ആരോടാണെന്നുണ്ടെങ്കിലും അതെ കേട്ടാ. വെറുതെ അല്ല, ഭാര്യയുടെ സമയത്തും ഇതേപോലെ അവിടെ ഞാനിങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മിത്രങ്ങൾ എനിക്കൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ അവസരങ്ങളുടെ എണ്ണം കുറയൂലേ? അതെനിക്ക് അറിഞ്ഞൂടാ. അവസരങ്ങൾ തേടി മഞ്ജു പോവാറില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സിനിമയൊന്നും ഇപ്പൊ തീരെ വിളിക്കാറില്ല. അപ്പൊ അത് അവസരം കുറഞ്ഞതിന്റെ ആയിരിക്കുമല്ലോ. പക്ഷെ അല്ല, എന്ത് കാരണം എനിക്കറിയില്ല. ചിലപ്പോ എന്റെ അഭിനയം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, സിനിമയിൽ ഇപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിളിക്കാറില്ല. പിന്നെ ഞാനത് അത്ര ഞാൻ പറയട്ടെ, ഞാൻ അത്ര സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അത്ര അംബീഷ്യസ് അല്ല. ഞാനിങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉരുകി അത് ചെയ്യണം അങ്ങനെ ഇല്ല എനിക്ക്. ഞാനിപ്പോൾ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എനിക്കറിയാവുന്ന തരത്തിലുള്ള അഭിനയം ഞാൻ കാഴ്ചവെക്കുന്നുണ്ട്. എനിക്കതിന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് ഉറക്കമില്ലായ്മയില്ല, മരിച്ചു പോകുന്നില്ല, എൻ്റെ വീട് പട്ടിണി കിടക്കുന്നില്ല. ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ കിട്ടണം, അഭിമാനത്തോടു കൂടി എനിക്ക് എൻ്റെ മകനെ വളർത്തണം. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം. പോടാ, എന്നോട് കൂടി പറഞ്ഞിട്ടില്ലേ ഇവള്? അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ തന്നെ കിട്ടുമെന്ന് കേട്ടിരിക്കാൻ നിൽക്കണായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഇപ്പം പുറമേ നിന്ന് നോക്കുന്ന ആൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഫേസിനാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്. പരിചിതമായിട്ടുള്ള ഫേസാണ്. അപ്പം പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മൾ ഓപ്പൺ ആക്കണം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുകളിൽ വെച്ച ഒരു പട്ടമൊന്നുമല്ല. അത് ഒരു തേർഡ് പേഴ്സൺ എന്നെ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്നെ എന്നല്ല, എന്നെ പോലെയുള്ള. നീ എന്താ ചിരിക്കണേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അല്ല, അതിപ്പോൾ ഞാനല്ലല്ലോ എന്നെ സെലിബ്രിറ്റി എന്ന് വിളിച്ചത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു തൊഴിൽ ചെയ്യുകയാണ്. ഞാൻ ലിറ്ററലി ഒരു കൂലിപ്പണിക്കാരിയാണ്. ഞാൻ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അത് മറ്റ് ജോലികളെ പോലെ തന്നെ എനിക്ക് സാമ്പത്തികം വേണം. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി, എൻ്റെ കഴിവെന്ന് പോലും അല്ല ഞാൻ പറയുന്നത്. ഞാൻ അതിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ എന്തിനാണ് മറ്റുള്ളവർക്ക് കാണിക്കുന്നത്? അത് കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചാൽ പോയി പണി നോക്കാൻ പറയും. പിന്നെ എന്നോട് ഇതിന് എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഞ്ജു ഇവിടെ വന്നത് ഒരു ഫാമിലി ഷോയിലൂടെയാണ്, നിങ്ങളുടെ ഫാമിലീനെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഫാമിലിയിലുള്ള സുനിച്ചനാരും അഭിനയിക്കാൻ വിളിച്ചില്ലല്ലോ. ആ ഫാമിലിയിൽ എത്രയോ ആളുകൾ വന്നു, അവരാരെയും അഭിനയിക്കാൻ വിളിച്ചില്ലല്ലോ. ഇതിന് ഒരു ഫാമിലിയിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളൊരു പ്രൊഫഷനിൽ എത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു കഴിവ് വേണം, ടാലന്റ് വേണം. അപ്പൊ എനിക്ക് ദൈവം എപ്പോഴും ചിലപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ അല്ല മഹാഗുരു അല്ല ഞാൻ പറഞ്ഞത് ഇതേപോലെ എനിക്ക് അതിന് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് എന്നെ ഈ തൊഴിലിലേക്ക്
മറ്റുള്ളവർ അതിനു വേണ്ടി എന്നെ സമീപിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പേഴ്സണൽ ലൈഫും ഇതും തമ്മിൽ ആനാട് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പം അതിനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കാമല്ലോ, വെയിറ്റ് ചെയ്യട്ടെ. ഇതിനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിപ്പോൾ സെലിബ്രിറ്റി ആണെങ്കിലും നോർമൽ ആണെങ്കിലും. ഇപ്പം എന്നെ കാണുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര ഹാൻഡ്സം ആണെന്ന് പറയാറുണ്ട്. അതുപോലെ ഇപ്പം മഞ്ജു ചേച്ചിയെ ഇപ്പം ആകാര വടിവ് കൊണ്ട് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ ഒരു ഫേഷ്യൽ ഏതെങ്കിലും ഒരു കണ്ണോ ചിരിയോ കൊണ്ട് ഇഷ്ടപ്പെടാം, അല്ല അഭിനയം കൊണ്ട് ഇഷ്ടപ്പെടാം. അപ്പം എന്നെ ഏതുകൊണ്ട് ഇഷ്ടപ്പെടണം എന്നാണ്? അഭിനയം കൊണ്ട് ഇഷ്ടപ്പെടണം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, നല്ല സുന്ദരിയായിട്ടാണ് അഭിനയിക്കുന്നത്, അത്യാവശ്യം നല്ല ആകാരവടി, നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നു, കണ്ണെടുക്കാൻ തോന്നൂല. പക്ഷെ അഭിനയം 10 പൈസയ്ക്ക് കൊള്ളൂല്ലെങ്കിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഇല്ല. ഒരു സിനിമയെ സംബന്ധിച്ച്, ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അട്രാക്ഷൻ ഒരു 10% ആണെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്നത് അതിൻ്റെ ബാക്കിയെല്ലാം അതാണ്. ഇപ്പം അഭിനയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ അത്യാവശ്യത്തിന് ശത്രുക്കൾ ഉണ്ടാക്കുന്ന പറയുന്നത്, സിമിയുടെ ശത്രുക്കൾ എവിടെ കിടക്കും? എനിക്ക് ആരും ശത്രുക്കളൊന്നും ഇല്ല. മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും റെസ്പോണ്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ശത്രുക്കള്. എനിക്ക് ശത്രുക്കളുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് 5-6 എന്റെ ഒരു സ്വഭാവം വെച്ചുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ഞാൻ നിന്റെ ശത്രുവാടിന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പം മെയിനായിട്ട് ഇപ്പൊ ഏതിലാ ഫോക്കസ് ചെയ്തേക്കണം? ഞാൻ മെയിനായിട്ട് ഫാമിലി ലൈഫ് ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയൊരു അതല്ലാതെ ഞാനൊരു ഓൺലൈൻ സാരി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, മുന്താണി എന്ന് പറഞ്ഞിട്ട്. അതും പ്ലസ് ബ്ലാക്കീസ്. സത്യം പറയാം, അതെന്താന്നറിയാമോ, ഞങ്ങള് പഠിച്ച പണി 18 നോക്കി 20,000 മാക്സിമം വ്യൂവേഴ്സ് ഒരു ഉണ്ടേ അതിന് വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ ചുമ്മാ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചേച്ചിമാരൊക്കെ ഇല്ലേ 2 ലക്ഷം 3 ലക്ഷം വ്യൂ ഒക്കെ കൊണ്ടുപോവാണ്. ഞങ്ങള് എന്തൊക്കെ തലകുത്തി പറഞ്ഞിട്ട് രക്ഷയില്ല. ഇവള് വരുന്നു, ഹലോ വെൽക്കം ടു ബ്ലാക്കീസ് വ്ലോഗ് എന്ന് പറയുന്നു, ഞങ്ങൾ കുറെ ചെളി പറയുന്നു, പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അവസാനം ഞങ്ങൾക്ക് തന്നെ ഒരു മടുപ്പായി, കണ്ടന്റ് കിട്ടാനൊക്കെ പാട്. പിന്നെ യാത്ര ചെയ്യാനൊരു സമയമില്ലല്ലോ, തിരക്കല്ലേ, മഞ്ജു തിരക്കല്ലേ. അങ്ങനെ നിന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അങ്ങ് പിഴുത്തൊക്കെ വായിച്ചല്ലേ. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് വ്ളോഗല്ല. നമ്മള് ഒരു ചെറിയ ഡിസ്കഷനിലൊക്കെയാണ്, ഒരു കുറച്ച് ഷോർട്ട് മൂവീസ് എന്നല്ല, ഒരു ചെറിയ വീഡിയോസ് പോലെ, ചെറിയ വീഡിയോസ്, ഷോർട്ട് റീൽസ് പോലത്തെ സാധനം. റീലും അല്ല, ഒരു കുഞ്ഞു കഥ, ഒരു ഷോർട്ട് സ്റ്റോറി. ഇപ്പം അലിയൻസിലേക്ക് വരികയാണെങ്കിൽ, അലിയൻസിൽ എത്രത്തോളം മഞ്ജു ഉണ്ട്? അലിയൻസിലെ തങ്കത്തിന്റെ കാര്യമാണ്. തങ്കത്തിലൊരു 20% ഒക്കെ ഞാനുള്ളൂ. തങ്കപ്പാവല്ലേ? അല്ല, പാവം എന്നുള്ളല്ല, തങ്കം ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയുള്ള, വീടിനകത്ത് ഒതുങ്ങി അടുത്ത വീട്ടിലെ ദുഷിപ്പും കുന്നായ്മയും, അതല്ല എങ്കിൽ ചെറിയ കാര്യങ്ങളെ പിള്ളേരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന, അങ്ങനെ കേരളത്തിലെ 80കളിലെ ശരാശരിയിൽ താഴെയായിട്ടുള്ളൊരു സ്ത്രീയാണ് തങ്കം. എൻ്റെ അമ്മച്ചിയുടെ ഒക്കെ ഒരു റെപ്രസെന്റേഷനാണ് തങ്കം. എൻ്റെ അമ്മച്ചി അവളൊക്കെ ഇട്ട് നല്ല അടിയൊക്കെ കൊടുക്കും ഞാൻ, എൻ്റെ മോളായിട്ട് അഭിനയിക്കുക. അപ്പം അവള് എന്നൊക്കെ ശരിക്കും അടി കിട്ടിയിട്ടൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പം ഞാൻ പറയും, പൊന്നാ സോറി ഇട്ടാടാ, കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ പറയും. എൻ്റെ അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മഞ്ജു ഇല്ല. അല്ല, അതിൽ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പം എനിക്കൊക്കെ അറിയാലോ, അമ്മച്ചിനെ അറിയാലോ, അപ്പം കാണുമ്പോഴേ കറക്റ്റ് ആ വർത്താനമൊക്കെ അമ്മച്ചിയുടെ വർത്താനം തന്നെയാണ്. അപ്പം ഒരുപാട് ഹോംവർക്ക് ചെയ്യണ്ട. ഹോംവർക്ക് അല്ല, പക്ഷെ നമ്മളൊരു സീനിന് മുമ്പായിട്ടൊക്കെ അങ്ങനെ ഇതെന്താണെന്നറിയോ, ഈ പലരും പറഞ്ഞിട്ടുണ്ട്, അതെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിക്കണം. അങ്ങനെയല്ല. ഇപ്പം സീരിയസ്ലി എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞാനത് തേടി പോയതല്ല, ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പറയണം, എനിക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്, എനിക്കൊരു അവസരം തരൂ എന്ന് പറയണം. ആക്ച്വലി ഇവിടെ കഴിവിന് തന്നെയാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞിട്ട് നീ തന്നില്ലല്ലോ.
എന്റെ ആരും തന്നില്ല. എല്ലാ അളിയൻസ് ഞാൻ മിക്ക ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോകോ. എന്നിട്ട് ഇവിടെ എന്നെ വിളിക്കും, എടി എന്തെങ്കിലും പറയോ, ഞാൻ വീണിരിക്കുവാണ്, എന്റെ കാലൊടിഞ്ഞിരിക്കുവാണെന്ന് പറയൂ, എനിക്ക് പറയാൻ പാടില്ല മഞ്ജു. സത്യം ഇവളുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അഭിനയം എന്ന് പറയുന്നത് ഹോംവർക്ക് വീട്ടിൽ പോയി തലേ ദിവസം നാളെ ഇനി എന്ത് ചെയ്യാൻ പോകണം എന്നുള്ളതല്ല. പക്ഷെ ഒരു സീൻ വായിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ ജെന്യൂൻ ആയിട്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മഞ്ജുവിന്റെ ഈ വർക്ക് പരമായ കാര്യങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതായത് അവൾക്കിപ്പോൾ നാളെ ഒരു ഷൂട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും അവള് നേരത്തെ രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ടായിരിക്കും കിടന്നുറങ്ങണം. പക്ഷെ എന്നാലും കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വണ്ടി താഴെ വരുമ്പോഴത്തേക്കും മഞ്ജു ഒട്ടും തന്നെ വൈകാതെ അത് ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ ഇവളിത് എങ്ങനെ എഴുന്നേറ്റ് പോണ്. അത് ഭയങ്കര പക്കയാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ വരണം എന്നില്ല കേട്ടാ. ഞാൻ ചില പ്രൊഫഷണൽസിനെ ആടി നിന്നെ ഞാൻ പൊക്കി പറഞ്ഞതും പോരെ, ഇതൊക്കെ പറയണമെന്ന് എന്നോട് പറഞ്ഞതാ ഇവള്. സിമിയോടാണ് ചോദ്യം, മഞ്ജുവിന് ദേഷ്യം വരാറുണ്ടോ? അതേ ഉള്ളു മഞ്ജുവിന്. പോയിക്കട്ടെ, സത്യമായിട്ട് ഭയങ്കര ദേഷ്യം എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇവള് അവനെ തല്ലും എന്ന് വിചാരിക്കും. അമ്മ അതൊരു ദേഷ്യം. മറുനാട്ടിലൊക്കെ പോയൊക്കെ ഇടിപിടിച്ചിട്ടുണ്ട്, അതറിയോ. എനിക്ക് ഇവളായിട്ട് യാത്രകൾ പോകാൻ പേടിയായിരുന്നു ആ സമയത്ത്. കാരണം എവിടെ ചെന്നാലും അടി ഉണ്ടാക്കാതെ അവള് പോരില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചും പറയൂലേ അവര്. അപ്പൊ അത് അവരുടെ നേച്ചറാണെന്ന് പറഞ്ഞ് വിട്ടാണല്ലോ, അത് പറ്റൂല. ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ടേ ചേച്ചി എന്തോ ഡ്രസ്സ് തയ്ച്ചതിനായിട്ട് നിന്നെന്തോ പറഞ്ഞല്ലോടി പണ്ട്. എന്തെന്ന്? പുറത്തുള്ള ഒരു ചേച്ചിയായിട്ടുണ്ട്, ഞാൻ എന്തോ വോയിസ് ഒക്കെ അയച്ചില്ല, നിങ്ങൾ പോയി പണി നോക്കുന്നൊക്കെ പറഞ്ഞില്ലേ. അതാണിപ്പോ എനിക്ക് വന്നതാണെങ്കിലും അവള് ഏണി പിടിച്ചെടുത്തിട്ട് അവളങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, പല സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു പറയും. അപ്പം ഈ ജീവിതത്തിൽ ഉള്ള എന്താ മനോഭാരങ്ങൾ അല്ലെങ്കിൽ മനോവിഷമങ്ങൾ ഈ പോകുന്ന വഴിക്ക് കളഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം തെങ്കാശിയിൽ കിടപ്പുണ്ട്, കുറച്ച് ഫുക്കറ്റിൽ കിടപ്പുണ്ട്. ഒരു മാസത്തിൽ എത്ര യാത്ര പോകും? അയ്യോ അങ്ങനെയൊന്നുമില്ല, മാസത്തിലൊന്നും പോവാൻ നമ്മളത്ര റിച്ച് അല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇയർലിയൊക്കെ കുറച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് പോകും. അതായത് അതായത് ഔട്ട്സൈഡ് ഇന്ത്യ വൺസ് ഒക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ നമുക്ക് സമയം കിട്ടണതിനനുസരിച്ചൊക്കെ അങ്ങനെ ഇന്ന മന്ത്ലി. പിന്നെ ഞങ്ങൾ അമ്മമാരെ കൊണ്ടുപോയായിരുന്നു, എന്റെ മമ്മി, മഞ്ജുവിന്റെ മമ്മി. ഞങ്ങൾ അമ്മമാരെയൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകും, ഞങ്ങൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ. അങ്ങനെയൊക്കെ പോവാറുണ്ട്. ഇപ്പം സിനിമയില് കുറവാണെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ഇനിയിപ്പോ കമ്മിറ്റ് ചെയ്ത ഏതെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ? ഇല്ല. പുതുതായിട്ട് വിളിക്കണം എന്ന് ആഗ്രഹം? അത് എന്റെ വായിൽ പോകേണ്ട അരിയാണെങ്കിൽ അത് എൻ്റെ അടുത്ത് തന്നെ വരും. അപ്പം ഞാൻ പോകേണ്ട അരി കാര്യം പറഞ്ഞുതരാം. നമുക്കൊരു ബിസിനസ് മൂവ്മെന്റ് ഉണ്ട്, ഇവരെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് മഞ്ജു നായികയുടെ അഭിനയിപ്പിച്ചാണ്. എന്റെ മുഖത്തുള്ളൊരു സെറം ഉണ്ട്, അതടിച്ചു മാറ്റി. അതുപോലും പന്ന പെണ്ണാണ് ഇവള്, അവൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എന്നെ അതിനകത്ത് അഭിനയിപ്പിക്കാൻ. അതൊന്നും ഞാൻ അടിച്ചു മാറ്റിയല്ലേ. എങ്ങോ പോയപ്പോഴത്തേക്കും ഞങ്ങൾ പാലക്കാട് എങ്ങോ പോയപ്പോഴത്തേക്കും അവൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ പൗച്ചിൽ കൊണ്ടുവന്ന് വെച്ച്. ഞാൻ നിരപരാധിയാണ്, സത്യം ഇട്ടത്, ഞാൻ നിരപരാധിയാണ്, ഞാനത് തന്നേക്കാം. നാണം കെടുത്തിയത് മനുഷ്യരെ നശിപ്പിക്കും. മഞ്ജുക്ക് ദേഷ്യം വരും എന്ന് പറയുന്നു. സിമി എങ്ങനെയാണ്? സിമി ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ എന്തെങ്കിലും തെറ്റൊക്കെ എടി നീ അത് ചെയ്ത് ശരിയായോ എന്ന് ചോദിച്ചാൽ ആണല്ലേ എനിക്ക് തോന്നി എന്നപ്പം തന്നെ പറയാം. അങ്ങനെ ഏത് സാഹചര്യമായിട്ടും സിമി ആക്ച്വലി ഇച്ചിരി ഹൈഫൈ ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജന്മം കൊണ്ട ആൾരൂപമാണ്. അപ്പോൾ അവള് ചെറുതിലേ മുതൽ നല്ല ഫെസിലിറ്റിയിൽ ജീവിച്ചൊരു കൊച്ചാ. പക്ഷെ എൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ കഞ്ഞിയും ചമ്മന്തി ഉള്ളടാന്ന് പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം, നല്ലതല്ലേ എന്ന് പറഞ്ഞു അത് അവിടെ ഇരുന്ന് കൊരണ്ടിപ്പലകയാണെങ്കിൽ അതിനകത്ത് ഇരുന്ന് കഴിച്ചിട്ട് അവിടെ പോകും. അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോഴും ഇപ്പം ഭയങ്കര രസത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഇവളുടെ കുരു ഒന്ന് ചൊറിഞ്ഞു പൊട്ടിക്കുക. ദേഷ്യം വരില്ല, ഇവളെന്ത് പറഞ്ഞാലും എനിക്ക് വരില്ല. അങ്ങനെയൊന്നുമില്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും, ഞാനത് റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും. പക്ഷെ ഇവള് പറഞ്ഞ ഒട്ടും വരില്ല എനിക്ക് ദേഷ്യം. പക്ഷെ ഇവള് തീരെ റെസ്പോണ്ട് ചെയ്യാത്ത ആളെന്നല്ലാട്ട് ഇവള് അങ്ങനെയല്ല, റെസ്പോണ്ട് ഒക്കെ ചെയ്യും. പക്ഷെ അതായത് കമ്പാരിറ്റീവ്ലി ഇവളുടെ അത്ര ഒന്നും റെസ്പോണ്ട് ചെയ്യൂല.
ഇവള് വടിയെടുത്തിട്ടുണ്ട്. വെളിച്ചം ചൂടി നിൽക്കാനായിട്ട് ഇവള് വടിയെടുത്തതല്ല, ഞാൻ വടിയെടുക്കേ ഉള്ളൂ. ആരാധകരുടെ മെസ്സേജ് വരാറ്, ഫോളോവേഴ്സിന്റെ മെസ്സേജ് ആണ്. അപ്പം അതിൽ നല്ല മെസ്സേജസ് വരാറുണ്ട്, അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതിന് പുറമെ ഈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ചിലതൊട്ട് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും, അല്ലാത്തത് വിട്ടുകളയും. അതായത് ഇൻസ്റ്റയിൽ തന്നെ നമ്മള് ഇങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറെ ഇങ്ങനെ വേണ്ടാത്ത തരം ഭയങ്കര മെസ്സേജ്. ഞങ്ങള് തായ്ലൻഡ് പോയപ്പോഴാണ് മോനെയൊക്കെ വല്ലയിടത്തും കൊണ്ടുവന്നിട്ടിട്ട് ഇവളൊക്കെ കിടന്ന് തുള്ളുവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ടിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയാൽ ഞങ്ങളുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് നോക്കി, ഞങ്ങളുടെ പാരൻസിനെ നന്നായിട്ട് നോക്കിയാണ് ഞങ്ങൾ കംഫർട്ട് സ്പേസ് അല്ല, ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ കടമകളും ഡ്യൂട്ടീസ് നന്നായി ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് നോക്കുന്നുള്ളൂ. ഇവർ ഈ പറയുന്ന ആളുകൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കി, മകളുടെയും ഭാര്യയുടെയും കൂടെ അല്ലാതെ അമ്മയുടെ കൂടെ ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടില്ല. അവർ സ്ത്രീയല്ലേ, അവരെ കൊണ്ടുപോകേണ്ടത് ആരാണ്? മക്കളല്ലേ. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ ഞങ്ങളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും? നോ, അത് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനത്തെ സാധനം വരും എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറേ അല്ല, നമ്മൾ ഒന്ന് പബ്ലിക് ഫിഗർ ആണ്, നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, അതായത് ഒരു സാധാരണ ഫാമിലിയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായും അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആളുകൾ സ്വാഭാവികമായും ഔട്ട്റേജസ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഞങ്ങളെടുത്ത് അതായത് തായ്ലൻഡൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇണങ്ങാത്ത ഡ്രസ്സായിരിക്കും, ഇതെന്നാലും ഇടാം, നമുക്ക് തായ്ലൻഡ് അല്ലേ, ഇതെന്നാലും ഇടാം. പക്ഷെ അതിലൊക്കെ നമ്മള് വിചാരിച്ചിട്ടില്ല, എല്ലാവർക്കും ഞങ്ങൾ ഇഷ്ടപ്പെടും വിചാരിച്ചല്ലേ എല്ലാം ചെയ്യണേ. പക്ഷെ എല്ലാം പിന്നെ അത് നമ്മള് ഞങ്ങളുടെ രീതിയിൽ അത് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ അതൊന്നും ചിന്തിക്കൂല കേട്ടോ. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട്. പിന്നെ എന്താണെന്നറിയോ, ഇപ്പം ഞങ്ങൾ തായ്ലൻഡ് പോയി ഡ്രസ്സ് ഇട്ടു, അടുത്ത വേറൊരു കപ്പിള് അതിട്ട് വീഡിയോ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ആയുസുള്ളൂ. പിന്നെ അവരുടെ പുറകെ പൊക്കോളും. പിന്നെ ഞങ്ങളാരും മറന്നു, അത്രേ ഉള്ളൂ. തിരിച്ച് നമ്മൾ പ്രൊഫഷണൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചേച്ചി കൂടുതൽ ചെയ്യുന്ന സിറ്റ്കോംസ് ആണ് ചെയ്യുന്നത്. ഈ മെഗാ സീരിയലുകൾ പോലെയുള്ള സാധനത്തിൽ കുറെ കൂടെ എന്താണ് അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, അതിനൊക്കെ അത്യാവശ്യം വെറും വശിക്ക് കയ്യിലുണ്ട്. അത് വേണ്ടാന്ന് വെച്ചിട്ടാണോ ഈ സിറ്റ്കോമിൽ? അങ്ങനെയല്ല, ഞാൻ തുടങ്ങിയത് സിറ്റ്കോം ചെയ്തിട്ടാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും സിറ്റ്കോം ആണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു മെഗാ സീരിയൽ ചെയ്യുന്നുണ്ട്, രണ്ടും അഭിനയമാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടി എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് സിറ്റ്കോം ആണ്. അതാകുമ്പോഴത്തേനും മെനക്കേട് കുറവാണ്, കുറച്ച് നേരത്തെ കഴിയും, ഡബിങ്ങിന് പോവണ്ട. മറ്റേതെന്ന് പറഞ്ഞാൽ 9:30-10 വരെയൊക്കെ പോകും, രാവിലെ 6:30 വണ്ടി വരും. ഇത് 8:30 പറഞ്ഞാൽ മതി. കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇത് മതിയാകും നമുക്ക്. അപ്പം അതുകൊണ്ടിട്ട് പിന്നെ ഡബിങ്ങിന് പോകണം, അതൊക്കെ കൊണ്ട് പിന്നെ നമ്മുടെ എല്ലാവർക്കും ഒരു സോൺ ഉണ്ടാവുമല്ലോ. ഈ സിറ്റ്കോം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റാപ്പോ ഫീൽ ചെയ്യുന്നവരുണ്ട്. അളിയൻസിനെ സംബന്ധിച്ച് എല്ലാം ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ട് എല്ലാവരുമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലില്ലി, ക്ലീറ്റോ, പക്ഷെ മുത്തുമായിട്ടാണ് കുറെ അധികം കണക്ഷൻ. ഞങ്ങളുടെ ആ ഫാമിലി മുത്ത്, ക്ലീറ്റോ കണക്ഷൻ കൂടുതൽ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് മുത്തിന്. അത് അവള് അങ്ങനെ ആയി എൻ്റെ എൻ്റെ മകളായിട്ട് തന്നെയാണ് എനിക്ക്. അപ്പോൾ അവളെ വീട്ടിലോട്ട് വിളിക്കാൻ എന്നെ വിളിച്ചില്ലെങ്കിലും ഭരണാച്ചനെ വിളിക്കും, എൻ്റെ വീട്ടുകാരോട് സംസാരിക്കും, അവളെയും വിളിക്കും. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ അവളെയും സ്മൃതി ചേച്ചിനെയും വിളിക്കും. എന്നെയും അമ്മ എന്നാണ് അവൾ വിളിക്കുന്നത്. മഞ്ജുമ്മ, സിനിയമ്മ. നിങ്ങൾ അല്ലാതെ ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഷൂട്ട് അല്ലാത്ത സമയത്ത് പാർട്ടി, സോഷ്യൽ മീഡിയയിൽ ഇപ്പം പുതിയൊരു കൾച്ചർ ഉണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ കാണുന്നില്ല, പാപ്പറാസീസ് എന്ന് പറയും. നമ്മളിങ്ങനെ സെലിബ്രിറ്റീസ് പോകുമ്പോൾ കുറേ ക്യാമറാസ് ഇങ്ങനെ വരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കൊരു സാധനം കണ്ട്, മഞ്ജു ചേച്ചിയുടെ കമ്മൽ കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴേക്കും എന്ത് തോന്നുന്നു? ഞാനൊരു ദാരുണമായിട്ടൊരു സംഭവം പറയട്ടെ, ഭയങ്കര ഭീകരമായി പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് വെച്ച്, എനിക്ക്, അനീഷേട്ടന്, രാജേഷ് സാറിന്. ഞങ്ങളത് മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞത് കാരണം ഇപ്പോൾ AC ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ പങ്കെങ്കിലും ഇവിടെ ഇരുന്ന് കറങ്ങണം, അല്ലെങ്കിൽ ഞാൻ വേർത്ത് ചാകും. അവിടെ ചെന്നപ്പോൾ ഷൂട്ടിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടിച്ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങളുടെ പേര് വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് കുടുകൂടാ വേർക്കാൻ തുടങ്ങി. ഞാനപ്പോൾ കയ്യിൽ എവിടെ നിന്നോ ഒരു ടിഷ്യൂ കിട്ടിയത് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കട്ടെ. അപ്പം 2-3 ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ എടുക്കണ്ട. പിന്നെ മതിയടാന്ന് ഞാൻ പറയുന്നുണ്ട്, വേർത്തൊഴിച്ചിട്ട് പാടില്ല.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് മഞ്ജു ചേച്ചി വിയർപ്പൊക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടോടി. ഞാൻ ഇങ്ങനെ നിന്ന് വിയർപ്പൊപ്പുവാണ് അതിൻ്റെ അടിയിൽ നിന്റെ പിന്നെ ടിഷ്യൂ കൊണ്ട് വേർപ്പല്ലാതെ നീ വേറെ വല്ലതാണ് അവളുടെ വേർപ്പ്. ഒരു തമ്മിയാണ് ഡിസ്കഷൻ. അല്ല എന്നെ തെറി വിളിക്കുന്ന താഴെ ഒരു കാര്യമില്ലാതെ എന്നെ ചീത്ത വിളി കേൾപ്പിച്ചപ്പോ സമാധാനം. അതുപോലെ നമ്മളൊരു പൂജയ്ക്ക് പോയില്ലേ, ഞാൻ ഇവളെ വിളിച്ചിട്ട് പോയി. നമ്മള് കോലഞ്ചേരി സൈഡിൽ പോയില്ലേ, അതിന് ഒരു നീല സാരി എടുത്തേക്കുന്നത്. അതാരൊക്കെയോ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് വരും. എനിക്ക് കയറി നോക്കാൻ പേടിയാ. 150 കമന്റ് ഉണ്ട്, എല്ലാത്തിലും എന്നെ തെറിയാം. ഞാൻ എന്ത് ചെയ്യാനാടോ. അപ്പം ഇനി ബ്ലാക്കീസിന്റെ ഈ ഷോർട്ട് മൂവീസ് ഒക്കെ ഇറങ്ങും ഉടനെ ഉണ്ടാവും, അടുത്ത് തന്നെ ഇറങ്ങും. ഞങ്ങള് കഥകളൊക്കെ എഴുതി സെറ്റാക്കിയ ആരാ കഥ നോക്ക്. മഞ്ജു പത്രോസ്. ആരാ തിരക്കഥാന്ന് ചോദിക്കും, മഞ്ജു പത്രോസ്. ആരാ സംഭാഷണം ചോദിക്കും, മഞ്ജു പത്രോസ്. മഞ്ജു പത്രോസ്. ആരാ സംവിധാനം, അതാരെങ്കിലും കിട്ടി, അതിനാരെങ്കിലും കിട്ടണം. പിന്നെ ഇതിനകത്ത് ഇപ്പോ നമ്മുടെ അഭിനയം തെളിയിക്കാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളുടെ ആഗ്രഹം. അതായത് വ്ളോഗിന് നമുക്ക് ചെയ്യാനൊന്നും ഇല്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ചെയ്യാൻ ഒരുപാടുണ്ട് കേട്ടോ, അത്രയൊന്നും മെനക്കെടാനും ഭയങ്കര പാട്. സംവിധാനത്തിനല്ലടാ, ഇപ്പൊ ഓരോരുത്തർ കണ്ടന്റ് കണ്ടെത്തുന്നത് എന്തൊരു മനോഹരമാണ്. അവരത് പ്രസന്റ് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് അതിന് ഞങ്ങളുടെ ആ ഒരു ടേസ്റ്റ് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പീരീഡ് കഴിഞ്ഞു പോയി. ഞങ്ങൾ തുടങ്ങുന്ന ഒരു 5 yearsനൊക്കെ മുമ്പായിരിക്കും. അന്ന് അത് ഓക്കെ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ മുതിർന്നു. ഇപ്പൊ അത് അങ്ങനെ പൊട്ടത്തരം കാണിച്ചാലോ അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെയല്ല, പണ്ട് SSLC കഴിഞ്ഞിട്ട് 2 വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പ്രീ ഡിഗ്രി കൂടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു സെലിബ്രിറ്റി ടൈമിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നതിന് ഒരുപാട് നന്ദി, സന്തോഷം. നിങ്ങളുടെ ഷോർട്ട് മൂവീസ് എല്ലാം ഗംഭീരമായി പോകട്ടെ. ഒരു നല്ലത് പറയട്ടെ പറയാൻ പറ്റി. നമ്മളിങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസിന് ഇരിക്കും. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെറുതെ അല്ല, ഭാര്യയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു സംഭവം ചെയ്ത് അന്ന് മുതൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഏതായിരുന്നു ആദ്യം വന്ന പ്രോഗ്രാം, വെറുതെ അല്ല, എങ്ങനെയാണ് വന്നത്, ഇതല്ലാതെ ഒന്നും ചോദിക്കൂല, ഒരു സാധനവും ചോദിക്കൂല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചോദ്യങ്ങൾ അതിനെ മെനക്കെട്ടല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പം താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാം? ഓഡിയൻസിനോടൊന്നും പറയാനില്ല. ഇതുവരെ തന്ന സ്നേഹം ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. വീട്ടിൽ മറ്റേ ദോശമാവുള്ള നൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ്. ഇവളാണെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. ഞങ്ങളെ രണ്ടുപേരും ഇവിടെ എത്തിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഇവര് തന്നെയാണ്. ഇച്ചിരി ചീത്തവിളിയൊക്കെ കേട്ടാലും 1-2 മാസം കണ്ടില്ല എന്നുണ്ടെങ്കിലും അന്വേഷിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ വഴക്ക് വീട്ടുകാരാണെങ്കിൽ വഴക്ക് പറയില്ലേ, അങ്ങനെയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. വീട്ടുകാരോട് ഞങ്ങളും തിരിച്ചു പറയും, അതുപോലെ ഞങ്ങൾ അങ്ങോട്ടും പറയും. ഓക്കെ, അപ്പൊ നല്ല നമുക്ക് ബൈ കൊടുക്കാം. ബൈ ബൈ.